സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ GTA വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു ഫേസ് ടു ഫേസ് പരമ്പരയായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്ന് ബീസ്റ്റണ്ണനുണ്ട്, ഞാനുണ്ട്. എൻ്റെ മുടിയൊക്കെ മാറി, കണ്ട ലുക്കൊക്കെ മാറി, എങ്ങനെയുണ്ട്? പിന്നെ കിങ് ബ്രോ ഉണ്ട്, മറ്റേ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. പുള്ളി മറ്റേ ഏതൊക്കെയോ മാൻഷനൊക്കെ മേടിച്ച് വലിയ റിച്ച് ഒക്കെ ആയെന്നാണ് പറയണത്. അപ്പോൾ ഈ പുതിയ ഫ്രണ്ട്സ് ആണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഗോൾസ് ആക്റ്റീവ് ആണ്. ആരും ആക്റ്റീവായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത് കാണുന്നില്ല. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക. എർലി ആക്സസിന് സ്പോയിലർ ഗ്യാങ് എന്നുള്ള ആ ടയറിലുള്ള മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ ഏസ് എല്ലാം പറഞ്ഞല്ലോ, സ്പെഷ്യൽ താങ്ക്സ് ടു ദ മെമ്പേഴ്സ് എടുത്തിരിക്കുന്നവർക്ക്. അപ്പോൾ അധികം ഇൻട്രയും കാര്യങ്ങളും പറഞ്ഞു ചേരുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. പോവാം. 3, 2, 1 പോയി. അപ്പൊ ബേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോവില്ല. ഇല്ല, പോവില്ല. പോകത്തില്ല കേട്ടോ. എന്റെ വണ്ടിക്ക് എനിക്കെന്തോ ചീത്ത വണ്ടി സി ജി വന്നിരിക്കുന്നത്. DRS ഒന്നുമില്ല. പുള്ളിക്ക് നമ്മുടെ രണ്ടുപേരുടെയും DRS കിട്ടി. ഒന്നും പേടിക്കാനില്ല, എന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ച് അറിയാലോ. ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് സെക്കൻഡ് കിട്ടി. എതിരെ വന്നത് കണ്ടോ? സൈഡിലൂടെ പോയാൽ നിങ്ങൾക്ക് നല്ലത്. ഇടിക്കരുത്. ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞാ പ്രശ്നമാണ്. ദൈവമേ, പോയിക്കോളൂ. കിങ് ബ്രോന്റെ ഒരു സംയമനം പാലിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വണ്ടി പാലിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. വേണ്ട, വീഴും. ഞാൻ ഇടിച്ചില്ല, എന്നെ കണ്ടു മേടിച്ചു ഗുണങ്ങള്. ഓക്കെ, പോയിട്ട് വരാം. അമ്മേ, പോയിക്കോളൂ. അങ്ങനെ പോയിക്കോളൂ. പറ്റല്ലേ? പറ്റും. കുറച്ചുകൂടെ. പൊട്ടിത്തെറിക്കുന്നേ വിചാരിച്ചു, പക്ഷെ പൊട്ടിത്തെറിച്ചില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു. തരില്ല. ഇത് നേരെ താഴത്തേക്ക് ഒരു നേരെ ഇതാ വന്ന് നേരെ പോക. അതങ്ങനെയാണ്. റോണിംബ്രോനെ ഞാനൊന്നും ചെയ്യത്തില്ല. എനിക്ക് മാറാറിയത്തില്ല. അതേ തട്ടിട്ട് ടാങ്കിന് സൈക്കിൾ ഇടിച്ചിട്ട് ഞാൻ പോവാം. ഈ സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാ? അതുപോലും അറിയാണ്ടല്ലേ ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ടിരുന്നത്. അതെത്തിയാടെ കിങ്റോയ്ക്ക് വേറെ ബൈക്ക് അതവിടെ പോയി എടുത്താ സൈക്കിളുമായിട്ട് ബൈക്ക് കിട്ടും. സൈക്കിളൊന്നും കണ്ടിട്ടില്ല. അല്ല, അണ്ണന് സൈക്കിൾ മാറിയല്ലേ കാറ് കിട്ടേ? അതെ, എനിക്ക് കാറ് കിട്ടിയായിരുന്നു. ഓ, ഇവിടെ മുന്നിലാണ്. ഏതോ അളവിൽ വഴിതെറ്റി നാം വന്നു കണ്ടു. അയ്യോ, കിങ് ബ്രോ വിഷയാണ് കേട്ടാ, ഞാൻ തന്നെ കിങ് ബ്രോ എന്നെ ഇടിക്കത്തില്ല, ഉറപ്പാ. മാന്യന്റെ മനസ്സിലായി.
ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പിന്നീട് വരുന്ന ഓർഡറിൽ വരുന്ന വ്യത്യാസം ഉള്ളത്. ആണോ? അല്ലെങ്കിൽ ഒരു ഓർഡറിൽ പോകും. അപ്പൊ വണ്ടി മാറുന്നുണ്ട്. ഇപ്പൊ ഈ വണ്ടിക്ക് നേരത്തെ കിട്ടിയതാ. അമ്മേ നോക്കിയ നീ ഈ ഇന്ത്യയിൽ കയറിക്കോ. ആരെപ്പ നിലത്തേക്ക് വീണേ? ഞാനാ. സീജെ പക്ഷെ ചത്ത് കഴിഞ്ഞാലും കൊടുക്ക്. അയ്യോ വേണോ പാവല്ലേ. നേര് ഞാൻ ഡീസന്റ് ആണ്. എക്സിക്യൂട്ടീവ് ഡ്രസ് ഇട്ട് ഞാൻ ഡീസന്റ് ആണെന്ന് അറിയത്തില്ല സിജെ. അറിയാം. അത് ഊരരുത് കേട്ടോ. ഇല്ല വരത്തില്ല. എക്സിക്യൂട്ടീവ് ഡ്രസ് ഇട്ട് ഐ എം എ ഡീസന്റ് ബോയ്. റേസിംഗ് സൂട്ട് ഇടുമ്പോഴാണ് മറ്റേ കലിപ്പാവുന്നത്. വേഗം കൊണ്ടുപോവാ സീജെ, വേഗം കൊണ്ടുപോവാ. അയ്യോ അയ്യോ ഇപ്പൊ പോയത് ഞാൻ. സിജെ സൈക്കിള് മാറ്റി. സീജെ സ്കിൽസ് സീജയുടെ സ്കില്ല്. സീജെ ജി സ്കില്ലാണോ? അല്ല വീസിംഗ. ഇപ്പൊ കാണിച്ചു തരാം. സ്പീഡുണ്ട്. സിജെ ഡിസൈൻ ചെയ്ത മറ്റേ സ്പീക്കർ കാർ. ബൈക്കിന് അടി കൂടെ പോയി ട്രക്കിന്റെ അടിയിൽ ചവിട്ടിവിടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആക്സിഡന്റ് അമുങ്ങുന്നുള്ളൂ. സമാധാനായില്ലേ? ശരിയാ. രണ്ടുപേരും പോയി. സിജെ ബ്രോ അത് ബീസ്റ്റ് ബ്രോ പ്ലാൻ ചെയ്ത അറ്റാക്ക് ആയിരുന്നു. നിങ്ങളല്ല അവനടിച്ചത്. അണ്ണാ ലെഫ്റ്റിൽ കൂടെ പോണേ. അല്ല റൈറ്റിൽ കൂടെ പോണേ. അണ്ണന്റെ റൈറ്റിൽ കൂടെ. സ്പീക്കർ അവിടെ തന്നെ നിന്നാ മതി. ആ ഓക്കെ ഈ വരുന്ന വണ്ടിക്ക് സ്ഥലം ഉണ്ടാവില്ലെങ്കിൽ. ഏതാ ടാങ്കോ? അതല്ലേ ഞാൻ പറഞ്ഞത്. പതുക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ല. ഇതിന് സ്ഥലം ഉണ്ടാവും. നോക്കട്ടെ. ആണോ? ആണല്ലേ? ബ്രോ വരല്ലേ ഇതിന് സ്ഥലമില്ല. സത്യം നിങ്ങളുടെ സ്പീക്കറിന് തട്ടിയിട്ടാണ് വീണത്. ഞാൻ ഇടിച്ചിട്ടതല്ല. അമ്മേ കണ്ണി കുത്തി. അയ്യോ ഞാനും വീട് നടക്കണം. ഓക്കെ അത് പോയി. പോയി അല്ലല്ലേ? എനിക്ക് സ്പീഡില്ല. പറ്റിച്ചേ ഞാൻ പിന്നീന്ന് വരണേ. അയ്യോ ബ്രോ ബാക്കിൽ തള്ളുന്നോണ്ട് വണ്ടി കുറച്ച് സ്പീഡ് ഉണ്ട്. റോഡിനൊരു ഇളക്കുണ്ട് കേട്ടോ. സ്ട്രൈറ്റ് അല്ലത്. It's time to give it back, man. ഒന്നും പേടിക്കണം ബ്രോ. പൊക്കോ ബാക്കിൽ പ്രൊട്ടക്ഷൻ. ഒരു ബ്രേക്ക് ചെക്ക് ചെയ്താൽ മതി. കാര്യം കഴിഞ്ഞു. ചെയ്യേണ്ടി വന്നില്ല. തന്നെ പോയി ഒരാൾ. സൈഡ് സൈഡ് ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. റിസ്ക് എടുക്കണോ? അവിടെ എത്താൻ കുറച്ചു നേരം കൂടെ അല്ലേ വേണ്ടു? അതെ കുറച്ചു നേരം കൂടെ മതി. അവിടെ സ്പീക്കർ സീജെ ബ്രോ വരല്ലേ? ഇത് പോവും. അല്ല അത് വീണ് കഴിഞ്ഞാൽ എന്തായാലും ഗുണമുണ്ട്. ഒരു മിനിറ്റ് പോലെ അപ്പേ ഞാൻ പോയി. എന്തൊരു സന്തോഷം സീജയ്ക്ക്. എന്റെ ബീസ് വിങ്ങൊക്കെ പോയി. ശരിയാട്ടോ. ആ റാമ്പിനൊരു വളവുണ്ട്. ഇവിടെ ബീസ്ബേർഡ് വിങ്ങും മറ്റേ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. വിങ് തട്ടി ഇല്ലാത്തോണ്ട് തട്ടിയില്ല. നമ്മൾക്ക് പോവാൻ പറ്റുമോ സീജെ? പറ്റും ഞാൻ നിർത്തി തരാൻ പോയിക്കോളൂ. ഇതൊക്കെ നമ്മൾ സംശയിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഏതാ പറന്നുപോയി. എന്നിട്ട് കിടന്ന് ആര് പറയട്ടെ? ഞാൻ നമുക്ക് എത്തിക്കോട്ടെ. എന്നിട്ട് പോയിക്കോളൂ. അയ്യോ അടാ കിങ്ബ്രോ അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതല്ലേ? അല്ലല്ല ഞാൻ വലത്തേക്ക് തിരിക്കാൻ നോക്കല്ലേ മാക്സിമം. വലത്തേക്ക് തിരിച്ചപ്പോ ഇടത്തേക്ക് ആയിപ്പോയിട്ട് കൊള്ളാം.
നിങ്ങൾ എന്റെ ശ്രദ്ധിച്ചോ? ടാങ്കിന്റെ പൊളി അടിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെരിവില്ലേ ചെരിവുണ്ട് ചെരിയണതായിട്ടൊക്കെ നമ്മൾ അത് കാണും. വേണമെന്നോ ചെയ്തല്ലേ? സലുവില്ല സ്ഥലമില്ലാലോ ഇടത്തെ സൈഡിലെ വീട് സലുവില്ല അതുപോലെ ഒന്നൊരു വീട് വെച്ച് കാണിച്ചേ അല്ലേ. ഞാൻ വീട് വെക്കും. അടുത്ത വണ്ടി ഇടട്ടെ വീട് വെക്കാൻ. പറ്റില്ല വീട് വെക്കാൻ പറ്റിയ സ്ഥലം കണ്ടില്ലേ അവിടെ? ഞാൻ വീട് വെക്കാൻ സ്ഥലം നോക്കാൻ പോയതാ. കണ്ടി എവിടെ അവന്റെ താഴത്ത് കുറച്ചുകൂടെ പോണം. ഇത് ഇങ്ങനെ വെറൈറ്റി സൈക്കിളാണല്ലോ, അത് ഞാൻ കണ്ടിട്ടില്ല. കാണൂല, കാണരുതല്ലോ. അതാണല്ലോ രീതി അല്ലേ? അമ്മേ ശരിയാ, ഇതിന് വളവുണ്ട്, ആ വണ്ടി റാമ്പിന് തന്നെ വളവുണ്ട്. റാമ്പിന് വളവുണ്ട്. ഞാനൊരു റാമ്പിന് വളവുണ്ട്. ഞാനൊരു പാട്ട് പാടാനാണോ? അയ്യോ തന്നെ മറന്നു പോകും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ ഫിനിഷ് ഇല്ല. ഇതിനാണ് അതെനിക്കറിയാം. ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ തരാം. ഇങ്ങോട്ടാ അത് കിട്ടിയില്ല. പിന്നെ ഇതേ വണ്ടി കൊണ്ട് പിടിച്ചിരുന്ന എന്തിനാ ഇവർക്ക്? പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്ന് കള്ളം ചൊല്ലാം. ഞാൻ അതിന്റെ അടുത്ത് തൊട്ടടുത്ത് പോയി ബ്രേക്ക് ചെയ്തതാ, പക്ഷെ അത് ലൈനിന് വിശ്വസിക്കരുത്. അതിന്റെ രണ്ടടി ഇപ്പുറത്ത് നിന്നാലും അത് എടുത്തോണ്ട് പോകും. എടുത്തുകൊണ്ടുപോലെ കിങ്ബ്രോ കൈകൾ വിറയ്ക്കുന്നു. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ WASD അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കൂ. സ്പീക്കറിന്റെ വെയിറ്റ് ഒരു സൈഡിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്നതും കൊണ്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വളവ്, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ചരിക്കുന്നു. ഇതാ സംഭവിക്കുന്നു. എന്താ സംഭവിച്ചു കഴിഞ്ഞു? ഇപ്പൊ സംഭവിക്കും. ഇപ്പൊ കിട്ടും, ഇപ്പൊ സംഭവിക്കും. എങ്ങനെയത്? Caps lock അല്ലേ? ആ അല്ല ഇങ്ങോട്ടത് വരൂ. അതെങ്ങനെ അവിടെ ചിത്രപ്പെട്ടത്? ഏ ആ അവിടെയാണല്ലേ. ആണോ 20 സെക്കൻഡ് എത്തു പേടിക്കണ്ട എത്തു. ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയിരുന്നു. 15 സെക്കൻഡ് 12 സെക്കൻഡ് 10 He's not DNF anymore. 9 7 Fastest lap by എവിടെ? King Bro. 4 DNF ഇല്ല. Yes, ശരിയാ. ഓക്കെ. അണ്ണന്റെ DNS ശാപം മാറ്റാനായിട്ട് ഞാൻ വേണ്ടി വന്നു എന്നാണ് പറയണത്. അപ്പൊ കഴിഞ്ഞ റൈസിൽ നമ്മൾ ഇങ്ങോട്ട് ജയിപ്പിച്ചല്ലേ സീരി? അതെ, എന്ത് ചെയ്യാനാ പാവം. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. റൂട്ട് ടു 60 മാക്സിമം സെറ്റ് ആക്കി തരിക ഗൈസ്. കുറച്ചും കൂടി മതി. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. ബീച്ചണ്ണനോട് ഡാൻസ് ഒക്കെ കളിക്കേണ്ടത് എന്താന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ യെസ്, അടുത്ത വീഡിയോ കാണാനായിട്ട് സ്ക്രീനിൽ വരുന്ന പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടോളൂ ഗൈസ്. ബൈ ബൈ.